Okay. So next is metal deposition. So നിങ്ങളുടെ ഫാബ്രിക്കേഷൻ സ്റ്റെപ്സിൽ ഇനി നമുക്ക് ഈ ഒരു കാര്യം കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, so last one, metal deposition. So metal deposition, as the name indicates, a material or metal is added to the wafer surface. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഐസിയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസിസ്റ്റർ ആണ് നിങ്ങൾ ഒരു ഐസിയിൽ ഒരു ഡിവൈസ് ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേറ്റ് ചെയ്തു. ആ ട്രാൻസിസ്റ്ററിന്റെ ടെർമിനൽസ്, ബേസ്, എമിറ്റർ, കളക്ടർ നിങ്ങൾക്ക് എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കാൻ വേണം. ഓക്കെ, സോ ആ ടെർമിനൽസ് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി മെറ്റൽ കോണ്ടാക്ട്സ്. ഓക്കെ, സോ മെറ്റൽ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത് മെറ്റൽ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഔട്ട്സൈഡ് കണക്ഷൻ, മെറ്റൽ കോണ്ടാക്ട്, നമുക്ക് മെറ്റൽ കോണ്ടാക്ട് ഇസ് എ കണക്ഷൻ ഓഫ് ഐ സി ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ നിങ്ങൾ ഐസിന്റെ പിന്ന് കാണുന്നുണ്ട് അല്ലെ, അത് മെറ്റൽ കോണ്ടാക്ട്സ് ആണ്. സോ അതുപോലെയുള്ള കോണ്ടാക്ട് പോയിന്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രോസസ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് മെറ്റൽ ഡെപ്പോസിഷൻ. ഓക്കെ, സോ metal contact is the connection of IC to the outside world. Okay. ഓൾസോ മെറ്റലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു പോയിന്റ് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ മോസ്ഫെറ്റില് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ അല്ലെ, ആ ഒരു മെറ്റൽ ലെയർ വേണം. സോ ആ ഒരു പർപ്പസിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെറ്റൽ ഡെപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻലി പാരാമീറ്റേഴ്സ്, ഫിലിം പാരാമീറ്റേഴ്സ്, ഫിലിം എന്താണ് മീൻ ചെയ്യുന്നത്? ദിസ് മെറ്റൽ ഫിലിം, അതായത് നമുക്ക് കോണ്ടാക്ട് പോയിന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഫിലിം. ദാറ്റ് ഫിലിം പാരാമീറ്റേഴ്സ് ഷുഡ് ബി കൺട്രോൾഡ്. ഏതൊക്കെ പാരാമീറ്റേഴ്സ്? ദാറ്റ് തിക്നെസ് ആൻഡ് യൂണിഫോമിറ്റി, റഫ്നെസ്, കോമ്പോസിഷൻ, സ്ട്രെസ്, പ്യൂരിറ്റി, ഫിലിം ഇന്റഗ്രിറ്റി, ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെറ്റൽ ഫിലിംസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ growth techniques, that is the techniques used for metal deposition, are mainly that are chemical vapor deposition and physical vapor deposition. അതിലെ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഓൾറെഡി എപ്പിടാക്സിന്റെ ടൈമിൽ ഫെമിലറൈസ് ചെയ്തതാണ്. ആ സെയിം പ്രോസസ് ആണ് എപ്പിടാക്സിയൽ ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർക്കുന്നില്ലേ? വേപ്പർ ഫേസ് എപ്പിടാക്സി. ശരിക്കും ഇത് രണ്ടും, വേപ്പർ ഫേസ് എപ്പിടാക്സി നിങ്ങൾ പഠിച്ചത് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് ആണ്. അതേപോലെ മോളിക്കുലാർ ബീം എപ്പിടാക്സി പഠിച്ചത് ആക്ച്വലി ഇറ്റ് ഇസ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ തന്നെ, സെമി കണ്ടക്ടർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ തന്നെ ഗ്രോ ചെയ്യുന്നതാണ് എപ്പിടാക്സിയൽ ഗ്രോത്ത്. ഇവിടെ എന്താണ്? വി ആർ ഗ്രോയിങ് എ മെറ്റൽ ലെയർ. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ടൻസ് മാത്രമേ എന്തുള്ളൂ? ചേഞ്ച് ആവുന്നുള്ളൂ. ടെക്നിക്സ് ആർ സെയിം. ഓക്കെ, ബട്ട് ഇവിടെ മോളിക്കുലാർ ബീം എപ്പിടാക്സി യൂസ് ചെയ്യുന്നില്ല. ഹിയർ in physical vapor deposition we are using vacuum evaporation technique and sputtering. Okay, there are two techniques mainly. Chemical vapor deposition is same as that of epitaxial growth. Okay, same കാര്യങ്ങളാണ്. ബട്ട് അവിടെ എന്താണ്? അവിടെ നിങ്ങൾ ഗ്രോ ചെയ്യേണ്ട ഒരു സെമി കണ്ടക്ടർ ലെയർ ഗ്രോ ചെയ്യണമെങ്കിൽ ആ നമ്മുടെ സിലിക്കൺ സോഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിയാക്ടൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ആർ യൂസിങ് മെറ്റൽ കോമ്പോസിഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ടെക്നിക്സ്. സോ ഇവിടെയും ജസ്റ്റ് ഒന്ന് നോക്കൂ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. Chemical vapor deposition, chemicals containing the desired film or layer are introduced into a reactor where the wafer is held at a high temperature. Okay, here we are in chemical vapor deposition, the wafer is holding at a high temperature and the chemicals containing desired film or layer, that is metal layer, നമുക്ക് ഇവിടെ metal layer ആണ് ഫോം ചെയ്യേണ്ടത്. So desired metal, okay, are introduced into a reactor. And thus by chemical reaction these chemicals are converted into vapor form. Okay, that is it vaporizes. These reacts on the wafer surface to form a metal film. Okay, then CVD process എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ അറ്റ്മോസ്ഫറിക് കണ്ടീഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർ ലോ പ്രഷറിൽ ചെയ്യാം. ലോ പ്രഷറിൽ ചെയ്യുകയാണെങ്കിൽ ലോ പവർ CVD എന്ന് പറയും. ഓക്കെ, അതുപോലെ പ്ലാസ്മ എൻഹാൻസ്ഡ് CVD ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ പ്ലാസ്മന്റെ പ്രസൻസിൽ ചെയ്യുന്ന CVD ടെക്നിക്സ് ഉണ്ട്. ദെൻ CVD റിയാക്ടർ നേരത്തെ ഡിസ്കസ് ചെയ്തതന്നെ, എപ്പിടാക്സിയിൽ പറഞ്ഞ പോലെ തന്നെ ദർ ആർ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ബാരൽ ടൈപ്പ് അറേഞ്ച്മെന്റ്. ദാറ്റ് സെയിം ഫിഗേഴ്സ് ആണ് കേട്ടോ. നിങ്ങളത് പിന്നെ വരച്ചു വെച്ചാൽ മതി. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷന്റെ കേസിൽ ഈ സെയിം അറേഞ്ച്മെന്റ്സ് എപ്പിടാക്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, സെയിം അറേഞ്ച്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആകെയുള്ള ഡിഫറൻസ് എന്താ? ദ റിയാക്ടൻസ് വിൽ ബി ഡിഫറെന്റ്. ദർ നമ്മൾ എന്താ ചെയ്യുന്നത്? എപ്പിടാക്സിയിൽ വി ആർ ഗ്രോയിങ് എ
semiconductor layer. So the reactants will be that semiconductor materials. Here we are using, we have to grow metal layers. So നമ്മുടെ reactants എന്തായിരിക്കും, മെറ്റൽസ് ആയിരിക്കും. ഇതിൽ ഫസ്റ്റ് ഡയഗ്രത്തിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ എപ്പിടെക്സിന്റെ സെയിം റിയാക്ടൻസ് ആണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നമ്മുടെ ഡോപ്പൻസും ഇവിടെയുള്ള റിയാക്ടൻസ് ഇതായിരിക്കുമല്ലോ കേട്ടോ. ഇത് നമ്മുടെ എപ്പിടെക്സിയൽ ലെയറിന്റെ സെയിം റിയാക്ടൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഞങ്ങൾ അറേഞ്ച്മെന്റ് മാത്രം നോക്കൂ. ഇതേപോലെ എന്താണ്, we are holding the wafer at high temperature and reactants. Here reactants means metal. Okay, metal sources are passed into the reactor. Then by chemical reaction it forms, or these reactants are converted into vapor. This vapor get deposited on the wafer surface. Okay, then it forms a metal layer. Same arrangements ആണ്, vertical, horizontal, barrel type arrangements ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിം ടെക്നിക്കാണ്, കൂടുതൽ പറയുന്നില്ല. ദെൻ കമ്മിങ് ടു ദ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഇവിടെയാണ് രണ്ട് ടെക്നിക്സ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇൻ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, as I said, atoms or molecules of the desired materials are directly deposited onto the substrate from the vapor phase. That is, here there will not be any chemical reaction. Okay, അവിടെ നമ്മുടെ വേഫറിൽ കെമിക്കൽ റിയാക്ഷൻ കൂടെ നടന്നിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഹിയർ ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ. ദ ഡിസൈർഡ് മെറ്റീരിയൽ, ദറ്റ് ഈസ് ഹിയർ മെറ്റൽ, ഓക്കെ, in vapor form, it is directly deposited onto the substrate from the vapor phase. That is, in vapor phase, it is directly deposited onto the substrate. Okay, so the process involved in physical vapor deposition are, first we have to convert the solid metal source into vapor. Okay, using different techniques we are converting this. അതായത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള സോഴ്സ്, മെറ്റൽ സോഴ്സ്, we have to convert it into vapor form. Okay, so അത് മെയിൻലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഹീറ്റിംഗ് ആണ്. അതർ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so solid metal is directly converted into vapor and transport this gaseous material to the target. So we are passing this vapor onto the target. Target means our wafer surface. Okay, the vapor is condensed back as a film on the target material and grow. Okay, so ഈ വേപ്പർ എന്ത് ചെയ്യും, സർഫസിന്റെ മേലെ കണ്ടൻസ് ചെയ്ത്. ഫോർ ദാറ്റ് നമ്മൾ എപ്പോഴും ഓർക്കുക, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ വി ആർ കീപ്പിംഗ് ദ വേപ്പർ അറ്റ് എ ലോ ടെമ്പറേച്ചർ. കാരണം ഈ വേപ്പറൈസ് ചെയ്ത സാധനം എന്ത് ചെയ്യണം, വേപ്പർ ആയിട്ട് വരുന്ന ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that should be condensed back to form a solid layer. Okay, so solid layer form ചെയ്യാൻ അത് കണ്ടൻസ് ചെയ്യണം. So it will be at a low temperature. Okay, നമ്മൾ മെറ്റൽ, സോളിഡ് മെറ്റൽ എന്ത് ചെയ്യും, അതായത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ത് ചെയ്യും, we are heating and converted into vapor. That vapor is deposited on the wafer surface. There it condensed back to a solid film. Okay, so എപ്പോഴും വേഫർ, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ the wafer is keeping at a low temperature. Okay, so there are different physical vapor deposition techniques in which differ how the vapor is obtained. So നമ്മൾ വേപ്പറൈസ് ചെയ്യുന്ന പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡിഫറെന്റ് പ്രോസസ്സ് ഉള്ളത്. സിംപ്ലസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെക്നിക്ക് തെർമൽ ഇവാപറേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ്. ഹിയർ ഇറ്റ് ഈസ് വാക്വം ഇവാപറേഷൻ ടെക്നിക്. സോ വി ഹാവ് മെയിൻലി, ഞാൻ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനിൽ വി ഹാവ് ടു ടെക്നിക്സ്, വാക്വം ഇവാപറേഷൻ ടെക്നിക് ആൻഡ് സ്പട്ടറിംഗ്. സോ അതിൽ വാക്വം ഇവാപറേഷൻ ടെക്നിക്കിന്റെ അറേഞ്ച്മെന്റ് ആണിത്. ദ മെറ്റീരിയൽ ടു ബി ഇവാപറേറ്റഡ്, ദറ്റ് ഈസ് ഹിയർ അവർ മെറ്റൽ, okay, is heated by resistive heating and the atoms are then deposited on the substrate. Okay, so here we have a bell jar made of quartz or stainless steel. Okay, here is a bell jar and also vacuum evaporation technique ആണ്. So your atmosphere എന്തായിരിക്കണം, ultra high vacuum. For that mechanical and high vacuum pumps are used. Okay, so ഈ പമ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ വി ആർ ക്രിയേറ്റിംഗ് എ വാക്വം. സോ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് നടക്കുന്നത്. നമ്മൾ മോളിക്കുലർ ബീം എപ്പിടെക്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഹിയർ വി ആർ ക്രിയേറ്റിംഗ് എ വാക്വം യൂസിങ് ദിസ് പമ്പ്സ്. ഓക്കെ, ദെൻ ഹിയർ ഇസ് ദ വേഫർ. ഓക്കെ, ദിസ് ഇസ് ദ വേഫർ ഹോൾഡർ ആൻഡ് വേഫേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ഇറ്റ്. സോ ഇതെന്താണ്, വി വിൽ ബി കീപ്പിംഗ് അറ്റ് എ ലോ ടെമ്പറേച്ചർ. ഓക്കെ, and
here is the source, evaporation source. Okay, that is here it is a metal. നിങ്ങൾക്ക് ഏത് മെറ്റലാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, that metal is the evaporation source. The solid formula ഉണ്ടാകും. Then we are using heater. Mainly ഇവിടെ കാണിച്ചിരിക്കുന്നത് resistive heating ആണ്. So by heating we are evaporating this metal source and transported towards the wafer, and the vapor is deposited on the wafer surface. There it condenses to a solid metal layer. Okay, so this is vacuum evaporation technique. That is, substrate is kept at low temperature and metal source is placed on the heater. On heating, the metal forms a gas vapor. Okay, that heating can be resistive, inductive, or electron beam heating. Okay, so if the metal having high melting point, we are preferring electron beam heating. ഒരു കാര്യം കൂടെ ഓർക്കും. Normally, low melting point ഉള്ള materials ആയി യൂസ് ചെയ്യുന്നതെങ്കിൽ you can use resistive, inductive heating. If the melting point of the metal is very high, you can use electron beam heating. Okay. Then the heated vapor is transported towards the wafer and deposited. Since it is at low temperature, the deposited vapor is condenses back to a solid. Okay, back to solid form, and metal layer is formed. So this is the process in vacuum evaporation technique. Okay. അപ്പോൾ അതിൽ റെസിസ്റ്റീവ് ഹീറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചത്. ഞാനിപ്പോൾ ഡയഗ്രാം വരക്കാനുള്ള ടൈം ഇപ്പൊ തരുന്നില്ല കേട്ടോ, കാരണം കുറച്ചും കൂടെ നമ്മൾ കുറച്ചുകൂടെ കുറച്ച് ലാഗ് ആയിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡയഗ്രാംസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത PPTയിലും നോട്ട്സിലൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ടിലൊന്ന് ജസ്റ്റ് വരച്ച് വെച്ചേക്ക് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഡയഗ്രാം വരക്കാൻ സമയം തന്നാൽ സമയം പോകും. സോ ഇത് ഇലക്ട്രോൺ ബീം ഇവാപറേഷൻ, നമ്മൾ ഹൈ മെൽറ്റിംഗ് പോയിന്റിൽ ഇലക്ട്രോൺ ബീം ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ആ ഇലക്ട്രോൺ ബീം ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ sputtering. So sputtering എന്ന് പറഞ്ഞാല് here our metal source will be in the form of a big disc. Okay, so ഇതാണ് ടാർജറ്റ് എന്ന് പറയുന്നത്. This will be the metal, ഒരു ബിഗ് ഡിസ്ക് ഫോമിൽ. ഓക്കെ, നമ്മളെ സോഴ്സ് മെറ്റീരിയൽ എന്ന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ. ഓക്കെ, so that is the target. So it will be in the form of a big disc and it is bombarded by energetic ions. Okay, അതായത് ഇവിടെ നമ്മൾ ആർഗൺ അയോൺസ്, okay, with high energy we are bombarding this argon ions with the target surface. Okay, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിത്ത് ഹൈ എനർജി ആർഗൺ അയോൺസ് ഈ ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പം ബൈ ദ ഫോഴ്സ് ഇറ്റ് ഈസ് പുൾഡ് ഔട്ട് ഫ്രം ദ സോഴ്സ് മെറ്റൽ. സോ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ആ മെറ്റലിലുള്ള ആറ്റംസ് ആണ്. ഓക്കെ, സോ ബൈ ദിസ് എനർജി, ബൈ ദിസ് ഫോഴ്സ് ഓഫ് ആർഗൺ അയോൺസ്, ദീസ് ആർ ഡയറക്ട്ലി എന്താ ചെയ്യുന്നത്, പുൾഡ് ഔട്ട് ഫ്രം ദ സോഴ്സ് മെറ്റീരിയൽ. ഇവിടെ നിന്ന് ഡയറക്ട്ലി ഈ മെറ്റീരിയൽസിന് എന്ത് ചെയ്യും, പുള്ള് ചെയ്തിട്ട് അത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, വേഫർ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്പട്ടറിങ്. സോ ഹിയർ വി ആർ പാസിങ് എനർജറ്റിക് അയോൺസ്. യൂഷ്വലി ഈ ആർഗൺ അയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, ഹെവി അയോൺസ്. ഓക്കെ, സോ ഹെവി അയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ദിസ് ഹെവി അയോൺസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ടാർഗറ്റ് ആൻഡ് by this force of ions the material is removed from the target. That is നമ്മുടെ ആറ്റംസ് എന്ത് ചെയ്യും, ഈ ടാർഗറ്റ് മെറ്റീരിയലിൽ നിന്ന് ഡയറക്ട്ലി ഫോഴ്സ് ചെയ്ത് പുള്ള് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ വേഫർ. സോ നമ്മൾ ഡയറക്റ്റ് ആറ്റംസിനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വേഫർ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രോസസ് കോൾഡ് സ്പട്ടറിങ്. അതുപോലെ ഇവിടെ നമുക്ക് വേറെ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയേഷൻ ഡാമേജ് ലെസ് ആയിരിക്കും. ഓക്കെ, ഓൾസോ നമ്മുടെ ആർഗൺ അയോൺസ് എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഒരു മെറ്റീരിയൽസുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. ഓക്കെ, അത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാസ് ടു ദ വേഫർ സർഫസ്. സോ ഡയറക്റ്റ് ഡെപ്പോസിഷൻ പ്രോസസ് ആണ്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ സ്പട്ടറിങ് വി ക്യാൻ കൺക്ലൂഡ് the metal source is in the form of a big disk and is bombarded by energetic ions. As a result, physical etching takes place. Etching means simply removal ആണ് കേട്ടോ. So physical etching ആണ് നമ്മൾ sputtering ശരിക്കും പറയുന്നത്. So as a result, physical etching takes place. That is, some material is pulled out by the force from the source metal and that material is directed to the wafer and
there it is condensed to form the film of a metal. Okay, so ഇത്രയാണ് metal deposition process. Clear ആണോ? Okay, so നെക്സ്റ്റ് ഇപ്പൊ നമ്മള് എന്താണ് ഈ മെറ്റീരിയൽ നമ്മുടെ IC ഫാബ്രിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് ഏതൊക്കെ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു? ഏതൊക്കെ പ്രോസസ്സാണ് പഠിച്ചത്? സ്റ്റാർട്ടിങ് തൊട്ട് എന്തൊക്കെ പ്രോസസ്സ് പഠിച്ചു? ഇപ്പോ നിങ്ങൾ സിലിക്കൺ സാൻഡ്, സ്റ്റാർട്ടിങ് ഫ്രം സിലിക്കൺ സാൻഡ് ഫസ്റ്റ് പഠിച്ചത് എന്താണ്? മെറ്റീരിയൽ പ്രിപ്പറേഷൻ, ദാറ്റ് ഈസ് സിലിക്കൺ പ്യൂരിഫിക്കേഷൻ, then crystal growth and diffusion, ion implantation, oxidation, epitaxy, then etching, lithography, etching and metal deposition. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ IC ഫാബ്രിക്കേഷന്റെ ഡിഫറെന്റ് പ്രോസസ് ആയിട്ട് നിങ്ങൾ ഫെമിലറൈസ് ചെയ്തു. ഓക്കെ, നൗ നെക്സ്റ്റ് നിങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പോണന്റ് ഫാബ്രിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ICയിൽ മെയിൻലി ഫോം ചെയ്യുന്ന കമ്പോണൻസ്, സർക്യൂട്ട് കമ്പോണൻസ്. ഓക്കെ, അപ്പൊ അതിൽ ബേസിക് ആയിട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിന്റെ ഫാബ്രിക്കേഷൻ. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഇതിനകത്ത് യൂസ് ചെയ്യും. ആ പ്രോസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കമ്പോണൻസ് എങ്ങനെയാണ് ICയിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സെഷൻ. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് സർക്യൂട്ട് കമ്പോണന്റ് ഫാബ്രിക്കേഷന്റെ സൈഡിൽ പഠിക്കാനുള്ളത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേഷൻസ്. ഇപ്പൊ ഇതിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ BJTയും വരും, അതുപോലെ മോസ്ഫെറ്റും. ഓക്കെ, ദെൻ ദർ ഇസ് NVEL CMOS IC ഫാബ്രിക്കേഷൻ. അപ്പൊ ആദ്യത്തൊക്കെ നിങ്ങൾക്ക് ഏകദേശം അതിനകത്ത് എങ്ങനെ വരുന്നു എന്നുള്ള ഐഡിയ ആണ്. ഈ NVEL CMOS IC ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാല് CMOS കേട്ടിട്ടില്ലേ? NMOSും PMOSും ഉള്ള CMOS അറേഞ്ച്മെന്റ് നമ്മുടെ ലോജിക് ഫാമിലീസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? CMOS ലോജിക് ഫാമിലീസ്, അതിൽ NMOSും PMOSും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ വരുന്ന CMOS IC ഫാബ്രിക്കേഷന്റെ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് NVEL പ്രോസസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സും കൂടെ. ഓക്കെ, ഇത് എക്സാമിന് ഏതെങ്കിലുമൊക്കെ കമ്പോണൻസ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൽ NVEL മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എല്ലാ എക്സാമിനും NVEL ചോദിക്കാറുണ്ട്. ബാക്കി റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ ഏതെങ്കിലുമൊക്കെ ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ചെറിയൊരു ഐഡിയ മാത്രമേ ആവശ്യമുള്ളൂ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മറ്റേതുപോലെ കുറെ തിയറിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് റെസിസ്റ്റേഴ്സ്. സോ വാട്ട് ഈസ് എ റെസിസ്റ്റർ? നമ്മുടെ റെസിസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താ സർക്യൂട്ടില്? പറയടോ. What is the function of resistors in a circuit? Okay, it provides the provide resistance to flow the current, or we can say we can control the current flow. അല്ലെ, ഒരു സർക്യൂട്ടിൽ നിങ്ങൾ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ ദ കറന്റ് ഫ്ലോ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, ആൻഡ് ദ റെസിസ്റ്റൻസ്. അതുപോലെ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എവറി ഡോപ്ഡ് ഓർ അൺഡോപ്ഡ് റീജിയനിനെ വേഫർ ഇസ് എ റെസിസ്റ്റർ. ഇപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കറന്റ് ഫ്ലോയിനുള്ള ഓപ്പോസിഷൻ ആണ് അല്ലെ. അപ്പൊ ഒരു പെർട്ടിക്കുലർ റീജിയൻ എന്താവാം? നമ്മുടെ വേഫറിലെ ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഡോപ്ഡ് റീജിയൻ അല്ലെങ്കിൽ അൺഡോപ്ഡ് റീജിയൻ, എല്ലാത്തിനും ഒരു കണ്ടക്ടിവിറ്റി കാണും അല്ലെ. ഒരു പെർട്ടിക്കുലർ കണ്ടക്ടിവിറ്റി, ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ കണ്ടക്ടിവിറ്റി ഉണ്ട്. സോ അക്കോർഡിംഗ്ലി ദർ വിൽ ബി എ റെസിസ്റ്റൻസ് അല്ലെ. ഒരു പെർട്ടിക്കുലർ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ദർ വിൽ ബി എ റെസിസ്റ്റൻസ് വാല്യൂ. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എവരി ഡോപ്ഡ് ആൻഡ് അൺഡോപ്ഡ് റീജിയൻ ഇൻ എ വേഫർ ഇസ് എ റെസിസ്റ്റർ. കാരണം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? ഒപ്പോസിഷൻ ടു കറന്റ് ഫ്ലോ ഓർ അല്ലെ, ഒപ്പോസിഷൻ ടു കറന്റ് ഫ്ലോ ആണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു വേഫർ എടുത്ത് ഒരു പെർട്ടിക്കുലർ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ഡെഫിനിറ്റ് ഒപ്പോസിഷൻ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്തായാലും ഉണ്ടാവും. സോ നമുക്ക് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് റീജിയനും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്യാം. ഓക്കെ, സോ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ കൺട്രോളിങ് കറന്റ് ഫ്ലോ. നമ്മുടെ സർക്യൂട്ട്സിലൂടെ വരുമ്പോൾ വി ആർ യൂസിങ് ഇറ്റ് ടു കൺട്രോൾ
current flow. Okay. So what is the expression for resistance? For a region of length L and area of cross section, resistance is given by the resistance in the expression in the resistance is given by rho L by A. ഈ റോലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് മര്യാദയ്ക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ലൈവ് ക്ലാസിന്റെ എക്സ്പീരിയൻസ് കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ ചോദിക്കുന്നതിന് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടി ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ സംസാരിക്കുവാണെങ്കിൽ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ലൈവ് ക്ലാസിന്റെ ഒരു എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമുക്കും ഒരു സുഖമുണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടി. അതുകൊണ്ട് പറ്റുമെങ്കിൽ ചോദിക്കുന്ന മൈക്ക് ഓൺ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കൂടെ തന്നെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസിന്റെ ഒരു ഫീല് കിട്ടും. So R is equal to rho L by A, where L is the length, A is the area of cross section, and rho is the resistivity. Okay. So now അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു പെർട്ടിക്കുലർ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റെസിസ്റ്റിവിറ്റി. സോ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ നമ്മുടെ വേഫറിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ കൺസിഡർ ചെയ്യാണ്, ഒരു സർട്ടൈൻ ലെങ്ത്, സർട്ടൈൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് ദിസ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോപ്പിംഗ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ. സോ നമുക്ക് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെ, പി ടൈപ്പ് എൻ ടൈപ്പ് ഒക്കെ ഡോപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ് ദ റെസിസ്റ്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് അല്ലെ, അതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓർ വി ക്യാൻ സേ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. സോ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കൺ. നമ്മൾ സിലിക്കൺ ആണ് ഇപ്പം കോമൺലി യൂസ് ചെയ്യുന്നത്. സോ റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് silicon. So this resistivity can be changed by doping a particular region. Okay. So resistivity depends upon impurity concentration. So how we can form a resistor? By choosing appropriate dimension, that is length and area of cross section, and doping concentration. Required values of resistors can be obtained. Okay. സോ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് റെസിസ്റ്റർ നമ്മുടെ ഐ സിയിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ റെസിസ്റ്റീവ് വാല്യൂന്റെ ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ പാരാമീറ്റേഴ്സ് യു ക്യാൻ കൺട്രോൾ? റോ, എൽ ആൻഡ് എ. സോ എൽ ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേഫറിലെ ഡയമെൻഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ റീജിയൻ ഞാൻ സെലക്ട് ചെയ്യുന്നു, ദാറ്റ് വിൽ ബി ഹാവിംഗ് എ പെർട്ടിക്കുലർ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആൻഡ് റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി. ഹൗ ക്യാൻ വി ചേഞ്ച് ദ റെസിസ്റ്റിവിറ്റി? ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ്. Okay. By adding impurities into the semiconductor material, we can change the resistivity. So by choosing appropriate dimension and doping concentration, we can obtain the required value of resistors. Okay. Now we can see the different techniques used for resistor fabrication. First technique is diffused resistor fabrication. Okay. സോ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്പോൾ അത്രയും ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ, ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് പെർട്ടിക്കുലർ ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ. അത്രയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ ഫോം എ റെസിസ്റ്റർ. അപ്പോൾ അതിനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിഫ്യൂസ്ഡ് റെസിസ്റ്റർ ഫാബ്രിക്കേഷൻ. ഓക്കെ. ഡിഫ്യൂസ്ഡ് റെസിസ്റ്റർ ഫാബ്രിക്കേഷൻ. സോ ഫോർ ദാറ്റ് വി ആർ made the diffused resistor by patterning and exposing a certain region on the wafer, which is then doped to desired concentration. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്താൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് കിട്ടും? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് റെസിസ്റ്റിവിറ്റി അല്ലെ. ഈ 3 പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. സോ ഫോർ ദാറ്റ് വി ആർ ഡൂയിങ്, നമുക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. So first, patterning to create an opening.
അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വേർഡ് ഡയമെൻഷനിൽ, അതായത് പെർട്ടിക്കുലർ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റിക്വേർഡ് ലെവലിലേക്കുള്ള ഒരു റീജിയൻ എന്ത് ചെയ്യണം, ഇതുപോലെ എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, പാറ്റേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ, അതായത് ഞാൻ ഈ പറയുന്ന ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള പെർട്ടിക്കുലർ ഡയമെൻഷനുള്ള ഒരു മാസ്ക് നിങ്ങൾ ഫോം ചെയ്യും. ഓക്കെ, ദെൻ ആ മാസ്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബൈ ലിത്തോഗ്രഫി പ്രോസസ്, ഓർമ്മയുണ്ടല്ലോ, അതായത് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു സിലിക്കൺ വേഫർ ഉണ്ടാവും. ഓക്കെ, വി ആർ ടേക്കിംഗ് എ സിലിക്കൺ വേഫർ അപ്പോൺ വിച്ച് സിലിക്കൺ ഡയോക്സൈഡ് കോട്ട് ചെയ്യും. ലിത്തോഗ്രഫിയുടെ സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. സിലിക്കൺ ഡയോക്സൈഡ് കോട്ട് ചെയ്യും, അതിന്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യും, ഫോട്ടോ റെസിസ്റ്റ് ലെയർ കോട്ട് ചെയ്യും. ഓക്കെ, ദെൻ യൂസിങ് ദിസ് മാസ്ക് എന്ത് ചെയ്യും, ഈ മാസ്ക് യൂസ് ചെയ്ത് മാസ്ക് അതിന്റെ മേലെ വെക്കും. ദെൻ വി ആർ പാസിങ് എക്സ്പോസ്ഡ് ലൈറ്റ്. ഓക്കെ, ലൈറ്റിനെ എക്സ്പോസ് ചെയ്യും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈറ്റ് എക്സ്പോസ് ചെയ്ത പാർട്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്ത് ബാക്കി ഫോട്ടോ റെസിസ്റ്റും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ഓപ്പണിംഗ് കിട്ടും. ആ പ്രോസസ്സ് ഒന്ന് ഓർക്കുക കേട്ടോ. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഫാബ്രിക്കേഷനിൽ അത് മുഴുവൻ പറയേണ്ട ആവശ്യമില്ല, ബട്ട് നിങ്ങൾ ആ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ പാറ്റേണിംഗ് ടു ക്രിയേറ്റ് ആൻ ഓപ്പണിംഗ്. സോ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ലിത്തോഗ്രഫി പ്രോസസ് ആൻഡ് എച്ചിങ്. ഓക്കെ, ബൈ യൂസിങ് ഫോട്ടോ ലിത്തോഗ്രഫി ആൻഡ് എച്ചിങ് വി ആർ ക്രിയേറ്റിംഗ് ആൻ ഓപ്പണിംഗ്. ഓക്കെ, സോ ഈ ഒരു റീജിയനിലുള്ള ഓക്സൈഡ് ലെയർ മാത്രം ബൈ എച്ചിങ് പ്രോസസ്സ് റിമൂവ് ചെയ്ത് ഇവിടെ എന്താണ് നമ്മുടെ വേഫർ എക്സ്പോസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്, ഇപ്പൊ നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഡയമെൻഷനിലുള്ള, അതായത് നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു റീജിയൻ ഓപ്പൺ ചെയ്തു. നൗ വി ഹാവ് ടു കൺട്രോൾ ദ റെസിസ്റ്റിവിറ്റി റോ. ഓക്കെ, സോ ഫോർ കൺട്രോളിങ് ദിസ് റോ വാല്യൂ വാട്ട് വി ഹാവ് ടു ഡു, ഇംപ്യൂരിറ്റി കോൺസെൻട്രേഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ. സോ റിക്വേർഡ് ലെവൽ ഓഫ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. റിക്വേർഡ് ലെവൽ ഓഫ് ഡോപ്പിംഗ് അച്ചീവ് ചെയ്യാൻ വി ഹാവ് ടു ആഡ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, സോ ബൈ ഡിഫ്യൂഷൻ പ്രോസസ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രോസസ് യൂസ് ചെയ്യാം, ഡിഫ്യൂഷൻ ഓർ യു ക്യാൻ യൂസ് അയോൺ ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഇപ്പൊ ഡിഫ്യൂഷൻ ഓർ അയോൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ അയോൺ ഇംപ്ലാന്റേഷൻ നമ്മൾ കുറേയും കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട സ്ഥലത്താണ് അയോൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നത്. ഹിയർ വി ക്യാൻ യൂസ് ഡിഫ്യൂഷൻ. സോ ബൈ യൂസിങ് ഡിഫ്യൂഷൻ the required amount of impurity is added to the wafer. Okay, so ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഓപ്പൺ ചെയ്ത റീജിയനിൽ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് ഡിഫ്യൂഷൻ, ബൈ ഡിഫ്യൂഷൻ പ്രോസസ് impurities are added to the wafer, that is ഡോപ്പ് ചെയ്തു. Okay, doping to achieve desired concentration. Okay, and next is അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ന്യൂ ഓക്സൈഡ് ലെയർ ആൻഡ് പാറ്റേണിംഗ് ഫോർ കോണ്ടാക്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു റെസിസ്റ്റർ അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമുക്ക് ഇവിടെ എന്താണ് റിക്വേർഡ് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് റെസിസ്റ്റിവിറ്റിയുടെ ഒരു റീജിയൻ നിങ്ങൾ എന്ത് ചെയ്തു, ഐസിയിൽ വേഫറിൽ ഫോം ചെയ്തു. ഓക്കെ, ദെൻ നൗ നമുക്ക് എന്താ വേണ്ട, റെസിസ്റ്റർ നമുക്ക് ഒരു റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, രണ്ട് എൻഡ് അല്ലെ, നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതാണ് നമ്മുടെ റെസിസ്റ്റർ. സോ നമ്മൾ ഈ റെസിസ്റ്റർ ഫോം ചെയ്തു. നൗ യു ഹാവ് ടു ഗിവ് ദ മെറ്റൽ കോണ്ടാക്ട്. ഈ രണ്ട് എൻഡ് വേണം അല്ലെ. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെറ്റൽ ഡെപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ടു ഫോം മെറ്റൽ കോണ്ടാക്ട്സ്, ഗ്രോത്ത് ഓഫ് ന്യൂ ഓക്സൈഡ് ലെയർ ആൻഡ് പാറ്റേണിങ്. ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും പുതിയൊരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്തു. ദെൻ അതിനെ പാറ്റേൺ ചെയ്യണം. അതായത് നമുക്ക് ഇനി വേണ്ട എന്താണ്, ആ രണ്ട് പോയിന്റ്സ്, ആ റെസിസ്റ്ററിന്റെ രണ്ട് എൻഡിൽ നിന്ന് എടുക്കാനുള്ള രണ്ട് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ദാറ്റ് പോയിന്റ്സ് വി ഹാവ് ടു പാറ്റേൺ ഇറ്റ് അഗെയിൻ. ഒന്നുകൂടി പാറ്റേൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി വേറൊരു മാസ്ക് യൂസ് ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞത്, മാസ്ക് അലൈൻമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ലിത്തോഗ്രഫി പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മാസ്ക് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു മാസ്ക് ഫോം ചെയ്തിട്ട് ഇതിൽ ഈ രണ്ട് റീജിയൻസ് അല്ല, ഇങ്ങനെ ഒരു മാസ്ക് ഫോം ചെയ്യണം. മെറ്റൽ കോണ്ടാക്ട്സ് എത്ര വേണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാസ്ക് ഫോം ചെയ്യണം. അഗെയിൻ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു എന്തിനു മേലെ നമ്മൾ ഓക്സൈഡ് ലെയർ ഫോം ചെയ്തു, ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്തു. ദെൻ ഈ ഒരു മാസ്ക്, ഇതുപോലൊരു മാസ്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അഗെയിൻ ലിത്തോഗ്രഫി പ്രോസസ് ചെയ്യണം. ഓക്കെ, അഗെയിൻ ലിത്തോഗ്രഫി പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മെറ്റൽ കോണ്ടാക്ട്സ് വരേണ്ട ഈ രണ്ട് പോയിന്റ്സ് മാത്രം ഓപ്പൺ ചെയ്യണം. ഓക്കെ, അഗെയിൻ ലിത്തോഗ്രഫി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കിയുള്ള റീജിയൻസിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു. ഈ രണ്ട് റീജിയൻസിലുള്ള മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റ്സിൽ മാത്രം എന്ത് ചെയ്തു, ഇപ്പം ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ റെസിസ്റ്ററിലെ മെറ്റൽ കോണ്ടാക്ട്സ് കൊടുക്കേണ്ട രണ്ട് പോയിന്റ്സിൽ മാത്രം എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്ക് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. ഓൾറെഡി നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലെ, ഈ റെസിസ്റ്റൻസ്. ഇനി ഇതിന്റെ ഈ രണ്ട് എൻഡിലായിട്ട് തന്നെ എന്ത് ചെയ്യണം, അടുത്തൊരു മാസ്ക് വരണം. അപ്പൊ അതാണ് നമ്മൾ ആ മാസ്ക് അലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിത്തോഗ്രഫി വരുമ്പോൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിയിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല, മാസ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാസ്ക് അലൈൻമെന്റ് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ലിത്തോഗ്രഫിയിൽ നമുക്ക് ഈ മാസ്ക് അലൈൻമെന്റ്, കാരണം
ഓൾറെഡി ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന് കറക്റ്റ് ആയിട്ട് തന്നെ വരണം ഏത് ഈ എൻഡിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഓപ്പണിംഗ് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് അലൈൻ ചെയ്തിട്ട് ലിത്തോഗ്രഫി പ്രോസസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു അടുത്ത പാറ്റേൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ മാസ്ക് അലൈൻമെന്റ് പ്രോസസ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യും, in order to create metal contacts, new oxide layer is formed and patterning for contacts. Okay, next എന്ത് ചെയ്യണം, you have to deposit metal. അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ ഏതെങ്കിലും പ്രോസസ് യൂസ് ചെയ്തിട്ട് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനോ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനോ യൂസിങ് എനി മെറ്റൽ ഡെപ്പോസിഷൻ പ്രോസസ് യു ക്യാൻ ഡെപ്പോസിറ്റ് മെറ്റൽ. സോ ഇപ്പൊ എന്താണ്, ബാക്കിയുള്ള റീജിയൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്ത ഓപ്പണിങ്സിൽ മാത്രം എന്ത് ചെയ്യും, മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് വി ക്യാൻ remove the excess materials, excess ആയിട്ടുള്ള metals remove ചെയ്യാം. Then you will be obtain this metal contacts. Okay, this is how a resistor is fabricated in an IC. പറഞ്ഞ പ്രോസസ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? Okay, so that is one method. And നമ്മളൊരു സെക്കൻഡ് മെത്തേഡ് പറഞ്ഞു. സെക്കൻഡ് മെത്തേഡ് thin film resistor fabrication. So for that, here for forming large values of resistor, okay, in order to create large values of resistors, we are going for thin film resistor fabrication. Okay, here metal film is deposited on the glass or SiO2 surface. അതായത് ഇവിടെ this is our substrate and there is an epitaxial layer above which നമ്മൾ നേരത്തെ നമ്മൾ അതിന്റെ വേഫർ സർഫസിൽ എന്തായത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് ആ ഓപ്പണിംഗിലേക്കാണ് റെസിസ്റ്റർ എന്ത് ചെയ്തത്, ഫാബ്രിക്കേറ്റ് ചെയ്തത് ഇൻ ഡിഫ്യൂഷൻ റെസിസ്റ്റർ. ഈ തിൻ ഫിലിം റെസിസ്റ്ററിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സർഫസിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ മെറ്റൽ ഫിലിം നമ്മൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ ആണെങ്കിൽ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്, കാർബൺ അല്ലെ, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ അതുപോലെ സിമ്പിൾ മെറ്റലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ആ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാം, മെറ്റൽ ഫിലിംസ് ഡെപ്പോസിറ്റ് ചെയ്യാം ഓൺ ദ സർഫസ്. നേരത്തെ ഡിഫ്യൂഷൻ ആണ്, അതായത് നേരത്തെ ഡിഫ്യൂസ്ഡ് എന്ന് പറയാനുള്ള റീസൺ നമ്മൾ വേഫറിലേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു റെസിസ്റ്റർ ഫോം ചെയ്തത്. ഹിയർ തിൻ ഫിലിം റെസിസ്റ്റർ is fabricated by depositing metal film on SiO2 surface. ഇതുപോലെ സർഫസിൽ എന്ത് ചെയ്യും, മെറ്റൽ ഫിലിംസ് ഫോം ചെയ്യും. Okay, here also resistance value can be controlled by varying the thickness, width and length of the film. Okay, അപ്പൊ നിങ്ങൾ ഡെപ്പോസ് ചെയ്യുന്ന മെറ്റലിന്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കും ഇവിടെ റെസിസ്റ്റിവിറ്റി ആയിട്ട് വരുന്നത്. ദെൻ ഏരിയ ആൻഡ് ലെങ്ത് എന്തായിരിക്കും, നമ്മൾ ഈ പറയുന്ന പെർട്ടിക്കുലർ റീജിയൻ, എത്ര റീജിയനിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ ആ റീജിയന്റെ ലെങ്ത്തിനും ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്യും. Okay, so that is thin film resistor fabrication. So these are the main methods used for fabricating resistor, diffused resistor and thin film resistor fabrication. Okay, next component is capacitor. So a capacitor, how can we define a capacitor? A capacitor is a dielectric region sandwiched between two electrodes. അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ടു പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് അല്ലെ, സെപ്പറേറ്റഡ് ബൈ ഇതിന് നടക്കുന്നുണ്ടാവും ദർ വിൽ ബി ഡൈഇലക്ട്രിക്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അല്ലെ കപ്പാസിറ്ററിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ടു ടെർമിനൽ ഡിവൈസ് ഹാവിംഗ് ടു പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ്. ഓക്കെ, ഓർ വി ക്യാൻ സേ there are positive and negative electrodes that act as positive and negative electrons. The metal or conducting plates are placed parallel. Then there will be a dielectric. Between that plates there will be a dielectric. ചിലപ്പോൾ എയർ ആയിരിക്കാം, അല്ലെ പേപ്പർ കപ്പാസിറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. സോ ദാറ്റ് വിൽ ബി ആക്ട് ആസ് ദ ഡൈഇലക്ട്രിക്. സോ നമുക്കൊരു കപ്പാസിറ്റർ ഐസിയിൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് എന്താ, ഇതുപോലെ ടു പാരലൽ plates or two electrodes, positive and negative electrodes are required. In between them there should be a dielectric region. അപ്പൊ ഇങ്ങനെ ഒരു റീജിയൻ നമ്മുടെ ഐസിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can form a capacitor. Okay, and the capacitance and capacitance ഇക്വേഷൻ എന്താ,
Capacitance C is equal to epsilon 0 A by D. epsilon 0 into A into epsilon by D. So this is the expression for capacitance. So capacitance എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആ പാരലൽ പ്ലേറ്റ്സ്, ഇലക്ട്രോഡ് പ്ലേറ്റ്സിന്റെ ഏരിയ അല്ലെ, ഏരിയ ഓഫ് ദാറ്റ് പാരലൽ പ്ലേറ്റ്സ്, ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ആൻഡ് എപ്സിലോൺ ഈസ് ദ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടിങ് പ്ലേറ്റ്സിനുള്ള ഡൈലക്ട്രിക് മെറ്റീരിയൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ capacitance is depends upon epsilon A and D. So by controlling these parameters, we can obtain the required value of capacitance in an IC. Okay, so C is equal to A epsilon by D. So area of cross section and separation between the plates and dielectric medium in the epsilon value. Okay, dielectric constant in depend ചെയ്തിരിക്കും ഏതാ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന capacitance. സോ നമുക്ക് അവിടെ ഡിഫറെന്റ് ടെക്നിക്സ് പഠിക്കാനുണ്ട്. ഡിഫ്യൂസ്ഡ് കപ്പാസിറ്റർ, തിൻ ഫിലിം കപ്പാസിറ്റർ ആൻഡ് ട്രെഞ്ച് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 മെത്തേഡ്സ് ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. കപ്പാസിറ്ററിന്റെ നമുക്ക് മെയിൻലി കൺട്രോൾ ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടെക്നിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Attendance, Abhijit.